ഡേ 1 6 മണി ഞാൻ ഉറങ്ങി നീക്കാൻ ട്രൈ ചെയ്താണ്. സോ ഇതെൻ്റെ കോർഡിനേറ്ററാണ്. കോർഡിനേറ്റർ എന്നെ ഡെയിലി വന്ന് മോണിറ്റർ ചെയ്യും. അതൊരു മെഡിക്കോ മെൻറ്റർ തന്നെ ആയിരിക്കും ഡോപ്പയിൽ നിങ്ങൾ ഉണ്ടായിരിക്കുക. ഹായ് ഓൾ, ഡോക്ടർ നിയാസാണ് ഡോപ്പയെന്ന്. ഡോപ്പയുടെ റെസിഡൻഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സാധാരണ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ കാണുന്നത് കുറവായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. സോ ഐ എം ട്രൈങ് ഫോർ എ ക്രിയേറ്റീവ് വീഡിയോ. എത്രത്തോളം ക്രിയേറ്റീവ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഡോപ്പയുടെ റെസിഡൻഷ്യൽ പ്ലാൻ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ എന്തുകൊണ്ട് അത് ബാക്കിയുള്ള സിസ്റ്റമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് ഡോപ്പയുടെ റെസിഡൻഷ്യലുള്ള റൂമിനെ കുറിച്ചോ സ്റ്റഡി ഹാളിനെ കുറിച്ചോ നിങ്ങൾ ഓരോ ടൈമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഫുഡ് എടുക്കുന്നത് എങ്ങനെ, ഫുഡ് കഴിക്കുന്നത് എങ്ങനെ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ടോട്ടൽ ഒരു ദിവസത്തേക്ക് എത്ര ടൈം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി അവൈലബിൾ ആവും, ആൻഡ് അത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകുന്നത് എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് കടക്കാം. രാവിലെ 6 മണി മുതൽ നമുക്ക് രാത്രി 12 മണി വരെയുള്ള ഒരു ഷെഡ്യൂൾ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. സോ ഡേ 1 6 മണി ഞാൻ ഉറങ്ങി നീക്കാൻ ട്രൈ ചെയ്താണ്. സോ ഉറങ്ങി നീറ്റ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നേരെ സ്റ്റഡി ഹാളിലേക്കാണ് എത്തുന്നത്. നിങ്ങളുടെ ഹോസ്റ്റൽ ആൻഡ് സ്റ്റഡി ഹാൾ എന്ന് പറയുന്നത് സെയിം ഒരു ക്യാമ്പസിൽ തന്നെയാണ്. ക്യാമ്പസ് എന്നല്ല, സെയിം ഒരു ബിൽഡിങ്ങിൽ തന്നെ ആയിരിക്കും. വിത്തിൻ 5 മിനിറ്റ്സ് നിങ്ങൾ എണീറ്റ് കഴിഞ്ഞ് വിത്തിൻ 5 മിനിറ്റ്സ് നിങ്ങൾക്ക് സ്റ്റഡി ഹാളിലേക്ക് എത്താം. മേ ബി നിങ്ങൾക്കൊന്ന് വാഷ്റൂം യൂസ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് അവിടെ ഒരു തടസ്സം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 6 മണി മുതൽ തന്നെ പഠിക്കാൻ തുടങ്ങുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞേക്കാൻ 2 ഷിഫ്റ്റിലാണ് കുട്ടികളെ എണീപ്പിക്കാറോ അല്ലെങ്കിൽ അവർക്ക് ടൈം സ്ലോട്ട് കൊടുക്കാറുള്ളത്. മേ ബി നൈറ്റ് ലേറ്റായി പഠിക്കുന്ന ആളുകളുണ്ട്, നൈറ്റ് നേരത്തെ കിടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നേരത്തെ കിടക്കുന്ന മേ ബി 11 or 12 കിടക്കുന്ന ആളുകളെ 6 മണി അല്ലെങ്കിൽ 5:30 ഓൺവേർഡ്സ് തന്നെ അല്ലെങ്കിൽ 4 ഓൺവേർഡ്സ് തന്നെ സ്റ്റഡി ഹാളിൽ എത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ടൈമിൻ്റെ ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഞാൻ ആസ് എ സ്റ്റുഡൻറ്റ് 6 മണിക്ക് സ്റ്റഡി ഹാളിൽ എത്തിയിട്ട് ഇനിയുള്ള ബാക്കി പ്രോസസ്സ് നമുക്ക് നോക്കാം. രാവിലെ 6 മണിക്ക് നമ്മുടെ സ്റ്റഡി ഹാളിൽ എത്തിയ എനിക്ക് സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാബിൻ ഉണ്ടാവും. ഇതേപോലെയല്ല, ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിന് സെപ്പറേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാബിനാണ്. മേ ബി ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ആൻഡ് ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന പ്രാക്ടീസ് ചെയ്യുന്നത് ഡോപ്പയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോഡ് ബ്ലൂ എന്നുള്ള മെറ്റീരിയലാണ്. ഈ വർഷത്തെ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നപ്പോൾ സോൾവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് കോഡ് ബ്ലൂ. കോഡ് ബ്ലൂവിൽ എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ എക്സ്പ്ലനേഷനാണ് ഉണ്ടായിരിക്കുക. സോ ഇതാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഗുഡ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ മാത്രമല്ല ഏറ്റവും ടഫറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. സോ ഫസ്റ്റ് ഡേ 1 തന്നെ എനിക്കൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എനിക്ക് ടാർഗറ്റ് ഉണ്ടായിരിക്കും. ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിലായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. മേ ബി തലേ ദിവസം ക്ലാസ് കഴിഞ്ഞ ചാപ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് മേ ബി ക്ലാസ് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ആയിരിക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് അസൈൻമെൻറ്റ് എന്നുള്ള രൂപത്തിലേക്ക് എനിക്ക് നമ്മുടെ ഡോപ്പയുടെ തന്നെ സ്വന്തം നമുക്ക് ടാബ് പ്ലഗ് ചെയ്യാനുള്ള പ്ലേസസ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇരിക്കുന്ന ഈ പ്ലേസ് തന്നെയാണ് നിങ്ങളുടെ ക്ലാസ് റൂമായിട്ട് വരുന്നത്. ഇതേ സ്റ്റഡി ഹാളിലേക്ക് തന്നെ അധ്യാപകർ വന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ സ്റ്റഡി ഹാൾ ആൻഡ് നിങ്ങളുടെ ക്ലാസ് റൂം എന്നുള്ളത് കുറച്ചുകൂടി ഒരു ക്യാബിൻ സ്പേസ് പോലെ നിങ്ങൾക്ക് കീപ്പ് ചെയ്തിരിക്കുകയാണ്. ക്യാബിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കില്ല, ക്യാബിൻ സ്പേസ് പോലെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ആഷിഖ് സാറിന് മോർണിംഗ് മീറ്റ് അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കാനും ഇൻട്രാക്ട് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാനും മെൻറ്റേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്യാനുള്ള എല്ലാ അവസരവും ഇവിടെ തന്നെയാണ് ഉണ്ടാവുന്നത്. മോർണിംഗ് 6 മണിക്കൊക്കെ പഠനം സ്റ്റാർട്ട് ചെയ്ത് മേ ബി എനിക്ക് ഇന്ന് അസൈൻഡ് ആയിരിക്കുന്നത് വീഡിയോ ലെക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ ഡോപ്പയുടെ ആപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആപ്പിൽ ലോഗിൻ ചെയ്തതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മെൻറ്റേഴ്സിനോട് ചാറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാൻ പറ്റും, ഡിസ്കഷന് പോസിബിളാണ്. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ വീഡിയോ ലെക്ചേഴ്സ്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ഒക്കെ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. 2-3 hours വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾ കാണുന്നതാവും നിങ്ങൾക്ക് ടൈം ടേബിൾ അസൈൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഞാൻ 6 മണി മുതൽ തന്നെ അത് സ്ലോലി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തിയറി ക്ലാസ്സസ് ഇതേപോലെ വാച്ച് ചെയ്ത് നോട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആ നോട്ട്സ് തിയറി ബേസ് ചെയ്ത ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള നോട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. മേ ബി നിങ്ങൾ ഒരു 7:30 വരെ ഈ സ്റ്റഡി ഹാളിൽ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ നിങ്ങൾ ഓരോ ഷിഫ്റ്റ് ആയിട്ട് തന്നെ ഓരോ കുട്ടികൾ നമ്മൾ സ്റ്റഡി ഹാളിൻ്റെ തൊട്ടടുത്തുള്ള മെസ് ഹാളിൽ ചെന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിന് ടോട്ടൽ സ്പെൻഡ് ചെയ്യുന്നത് യൂഷ്വലി സ്റ്റുഡൻസ് സ്പെൻഡ് ചെയ്യാൻ 10 or 15 minutes ആണ്. അതിനിടെ നിങ്ങൾ വാഷ്റൂം യൂസ് ചെയ്യുന്നതടക്കം കൂട്ടി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് 15 minutes അല്ലെങ്കിൽ ആ സമയമൊക്കെ നിങ്ങൾ ചെയ്യുന്നത്. തിരിച്ച് വേഗം തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റഡി ഹാളിൽ എത്താൻ പറ്റും. അതിന് കൃത്യം
8:45 ആവുന്ന സമയത്ത് ആഷിഖ് സാറിൻ്റെ മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും. നിങ്ങൾ ഇതേ പൊസിഷനിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ മോർണിംഗ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോങ് അവേഴ്സ് ഇരിക്കാൻ പറ്റിയ രൂപത്തിൽ കുഷ്യൻഡ് ആയിട്ടുള്ള ചെയർസ് തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്, ബെഞ്ചസ് അല്ല. സോ എന്തിനാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ 12, 13, 14 അവേഴ്സൊക്കെ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ മുന്നിൽ വരുന്ന സ്ക്രീനിൽ ഡോക്ടർ ആഷിഖ് സാറിൻ്റെ മോർണിംഗ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. എവറി ഡേ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സ്റ്റഡിയുള്ള ഇൻസ്ട്രക്ഷൻസ്, അന്ന് പോകേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് മോർണിംഗ് മീറ്റിംഗിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മോർണിംഗ് 9 ആവുന്ന സമയത്ത് നമ്മുടെ ഒഫീഷ്യൽ, അതായത് മോർണിംഗ് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഒഫീഷ്യലി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. മേ ബി മോർണിംഗ് മീറ്റിംഗ് നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫാക്കൽറ്റി നിങ്ങൾ ഫ്രണ്ടിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. മോർണിംഗ് മീറ്റിംഗ് 9 കഴിയുന്നത് മുതൽ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് 2 ഓപ്ഷൻസിലാണ് ഉണ്ടാവാറ്. മേ ബി നിങ്ങൾക്ക് അന്ന് തിയറി ക്ലാസ്സുകളായിരിക്കും, ഫാക്കൽറ്റീസ് ക്ലാസ്സുകൾ. അത് തിയറി നിങ്ങൾ ടാബിലെ ക്ലാസ്സസ് വാച്ച് ചെയ്ത് തിയറി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ടാവും വരുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു സ്റ്റഡി ഹവർ ആയിട്ടാവും കീപ്പ് ചെയ്യുന്നുണ്ടാവുക. സോ ഫാക്കൽറ്റീസ് വരുന്നു, നിങ്ങൾക്ക് ഒരു 4 hours അല്ലെങ്കിൽ 6 hours ലെക്ചേഴ്സ് അന്നത്തെ ഡേ ഉള്ളത് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിന് ബിറ്റ്വീൻ നിങ്ങൾക്ക് ഒരു 11 AM നിങ്ങൾക്കൊരു ബ്രേക്ക് ഉണ്ടായിരിക്കും. മാത്രമല്ല ഉച്ചയ്ക്ക് 1 PM നിങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ട്. ലഞ്ച് ബ്രേക്ക് 1 hour കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്ലെക്സിബിളി 15 minutes or 30 minutes കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് സെയിം സ്റ്റഡി സ്പേസിലേക്ക് നിങ്ങൾ തിരിച്ചെത്തി അവിടെ നിങ്ങൾക്ക് പഠനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ആഫ്റ്റർനൂൺ 2 PM നിങ്ങൾ മോർണിംഗ് അവേഴ്സിലെ ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ട സമയമായിരിക്കും. സോ ഞാൻ കോഡ് ബോർഡിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എൻ്റെ കോർഡിനേറ്റർ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. മേ ബി നിങ്ങൾ ഫുൾ ടൈം ഒരു സൂപ്പർവിഷനിൽ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടാവുക, ക്യാമറ സൂപ്പർവിഷനിലും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഓരോ ബോയ്സ് ആൻഡ് ഗേൾസ് ക്യാമ്പസിലാണെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള, അതിന് അസൈൻഡ് ആയിട്ടുള്ള കോർഡിനേറ്റേഴ്സ് ഉണ്ടാവും. ബേസിക്കലി നിങ്ങളെ ക്ലാസ് ടീച്ചേഴ്സ് എന്ന് വിളിക്കാൻ പറ്റുന്ന പേഴ്സൺസാണ്. അവരാണ് നിങ്ങളുടെ അക്കാഡമിക് ആക്ടിവിറ്റി ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. സോ ഇതെൻ്റെ കോർഡിനേറ്ററാണ്. കോർഡിനേറ്റർ എന്നെ ഡെയിലി വന്ന് മോണിറ്റർ ചെയ്യും. ഞാൻ ഇന്ന് പ്രാക്ടീസ് ചെയ്ത 150 or 200 ക്വസ്റ്റ്യൻസ് നമ്പർ തികഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത പേപ്പേഴ്സാണ് അവർ വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. സോ ദാറ്റ് വിൽ കൺഫേം നിങ്ങൾ ഡെയിലി നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, അതുവഴി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നമ്മളെ മെൻറ്റേഴ്സ് വിസിറ്റാണ്. സാധാരണ മെൻറ്റർ എന്ന് കോർഡിനേറ്ററിനെ പല സ്ഥലത്തും വിളിക്കാറുണ്ട്. അങ്ങനെയല്ല, മെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആ പാത്വേയിലൂടെ പോയി സക്സസ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അതൊരു മെഡിക്കോ മെൻറ്റർ തന്നെ ആയിരിക്കും ഡോപ്പലിൽ നിങ്ങളുണ്ടായിരിക്കുക. മേ ബി ഡെയിലി അല്ലെങ്കിലും മന്ത്ലി 3 or 4 times നിങ്ങളെ മെഡിക്കോ മെൻറ്റേഴ്സ് വന്ന് നിങ്ങളെ വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഞാൻ അങ്ങനെയൊക്കെ തന്നെ പഠിച്ചാൽ പോലെ അല്ലേ? എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു? ഈ സമയത്ത് അതൊക്കെ മതിയാവും അല്ലേ? ഓക്കെ. എനിയോ സർ, താങ്ക് യു. സോ ആഫ്റ്റർനൂൺ ഞാൻ കൂടുതലായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനും നേരത്തെ കണ്ടതുപോലെ വീഡിയോ ലെക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും നേരത്തെ നമ്മുടെ മോർണിംഗ് സാർ എടുത്തതിനുള്ള ഡൗട്ട്സ് ആപ്പ് വഴി സോൾവ് ചെയ്യാനൊക്കെയാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈവനിങ് 5 PM ആയിട്ടുണ്ട്. 5 PM to 7 PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രേക്ക് ഹവേഴ്സാണ്. ഒരു കുട്ടികൾക്ക് ഒരു ഡെയിലി ആക്ടിവിറ്റീസോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുക്കാനോ മേ ബി കുറച്ച് ഒരു ഈവനിങ് നാപ്പ് എടുത്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന ഒരു സമയമാണ്. മേ ബി ആ സമയത്തേക്ക് ടുവേർഡ്സ് ലാസ്റ്റിലേക്ക് കുട്ടികൾ കംപ്ലീറ്റ് ഈ പഠനത്തിന് വേണ്ടി തന്നെ ഈ സമയം യൂസ് ചെയ്യാറുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഈവനിങ് സ്നാക്ക്, നിങ്ങൾക്ക് ചിലപ്പം ഡെയിലി ഒന്ന് ഫ്രഷ് ആയി വരാൻ വേണ്ടിയിട്ടുള്ള സമയം, ഇതൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ട 2 hours ആണ്. സോ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഉള്ള ഒരു ഹവേഴ്സാണ്. ആൻഡ് ഫുഡ്, ഈവനിങ് സ്നാക്സ് ഇതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. അതെല്ലായിടത്തും ഒരേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് കഴിക്കാനും നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഡീസൻ്റ് ആയിട്ടുള്ള ഫുഡ് 4 നേരം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതാണ്. സോ ഈവനിങ് 7 PM ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, ഞാനൊരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയതാണ്. എൻ്റെ നൈറ്റ് സ്റ്റഡി അവേഴ്സാണ്. എൻ്റെ പ്ലാൻ 7 PM to 12 PM ഈ ഒരു ഹാളിൽ മെയിൻറ്റെയിൻ ചെയ്ത് നേരത്തെ ചെയ്ത പോലെ ബാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും എനിക്ക് വീഡിയോ ലെക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനും നാളത്തേക്കുള്ള എക്സാമിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തായാലും വീക്ക്ലി ട്വൈസ് എക്സാംസ് ഉണ്ടായിരിക്കും. അത് ടുവേർഡ്സ് നമ്മുടെ അക്കാഡമിക് ഇയർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എക്സാംസിൻ്റെ നമ്പർ കൂടും. ആൻഡ് ടുവേർഡ്സ് എൻഡിലേക്ക് നിങ്ങൾ ഡെയിലി ബേസ് തന്നെ എക്സാം ഉണ്ടാവും. ആൻഡ് മാരത്തോൺ ഫേസിലൊക്കെ ഡെയിലി അല്ല 2 hour or 3 hour കൂടുമ്പോൾ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുന്നതാണ്.
സോ 8 PM to 9 PM ആണ് നിങ്ങൾക്ക് ഡിന്നറിനുള്ള ബ്രേക്ക് വരുന്നത്. സോ ഡിന്നറിന് ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും 9 PM ഞാൻ ഇവിടെ തന്നെ എത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഞാൻ ഫുഡിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നില്ല. 9 PM to നിങ്ങൾക്ക് 12 വരെ സ്റ്റഡി അവേഴ്സ് ഉണ്ടാവും. ഇതും നിങ്ങൾ കംപ്ലീറ്റ്ലി മോണിറ്റേർഡ് ആയിരിക്കും. നിങ്ങൾ ഇവിടെ തന്നെ സ്റ്റഡി ഹാളിൽ ഒരു കോർഡിനേറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞ പേഴ്സൺ, മേ ബി മോർണിംഗിലെ ആളല്ല, നൈറ്റിലേക്ക് വേറെ ഷിഫ്റ്റിൽ വേറെ പേഴ്സൺ വന്ന് നിങ്ങളെ മോണിറ്റർ ചെയ്യുന്നതാണ്. സോ അവരടുത്തേക്കാണ് നിങ്ങൾ പഠിച്ച സ്റ്റഡി ഹവേഴ്സ് ആൻഡ് പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. സോ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് 6 സ്റ്റാർട്ട് ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 12 to 14 hours നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 6 to 6 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12 hours വരുന്നുണ്ട്. പിന്നെ ഒരു 6 hours കൂടി കിട്ടുന്നുണ്ട്. ടോട്ടൽ 18 hours. അതിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ബ്രേക്ക് വരുന്നത് 5 to 7 ആണ്. അത് 2 hours. നിങ്ങൾക്ക് ഡിന്നറിന് 1 hour ബ്രേക്ക് ആൻഡ് ഉച്ച സമയത്ത് 1 hour ബ്രേക്ക് വരുന്നുണ്ട്. ഇതൊന്നും കംപ്ലീറ്റ് എടുക്കണം എന്നുള്ളത് കമ്പൽസറി അല്ല. അതുകൊണ്ട് തന്നെ ഡോപ്പയുടെ സ്റ്റഡി സിസ്റ്റം ഇത്ര എഫിഷ്യൻ്റ് ആവാനുള്ള കാരണം, ഏറ്റവും കൂടുതൽ റാങ്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം ഇത് തന്നെയാണ്. മോർണിംഗിലുള്ള സ്റ്റഡി ഹവേഴ്സ്, ഉച്ചയ്ക്ക് വരുന്ന സ്റ്റഡി ഹവേഴ്സ് ആൻഡ് നൈറ്റിൽ വരുന്ന സ്റ്റഡി ഹവേഴ്സ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെരി ഗുഡ് നമ്പർ ഓഫ് ഹവേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനും ക്ലാസ് കേൾക്കാനും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇതാണ് ഇൻ ടോട്ടലായിട്ട് ഡോപ്പയുടെ സ്റ്റഡി സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് പല ഡൗട്ടുകൾ ഉണ്ടായിരിക്കാം, താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മേ ബി നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ വരുന്നതാണ്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.